ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. മീൻ കറിയും മീൻ ഫ്രൈയും ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള ഉള്ളിയൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെക്കുകയാണ്. മാന്തളാണ് മീൻ. അപ്പം മാന്തൾ മസാല ആദ്യം ഒന്ന് റെഡിയാക്കുകയാണ്. വേറെ ഒന്നും ഇടണില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് മീനൊന്ന് മസാല തേച്ച് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ലേശം വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മീനൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി മീൻ കറി തന്നെയാണ് വെക്കുന്നത്. അപ്പം മീൻ കറിക്കുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ആദ്യം മീൻ കറിക്കുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് മീഡിയം സൈസിലുള്ള തക്കാളി ആയതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ ഉള്ളിയും ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. മീൻ കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തക്കാളിയും വലിയുള്ളിയും കൂടി അരച്ചു വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. കുടംപുളി ഞാൻ ആദ്യം തന്നെ ലേശം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഉപ്പേരിക്കുള്ള മുതിര ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഉപ്പേരി ഉണ്ടാക്കുന്നത് മുതിരയും ഇണ്ണിത്തണ്ടും കൂടി കൂട്ടിയിട്ടാണ്. മുതിരയിലെ കല്ലും വേസ്റ്റൊക്കെ നോക്കി ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോഴേക്കും ഇതവിടെ കറി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. ഇനി മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴേക്കും ഇവിടെ മുതിര റെഡിയായി കിട്ടിയിട്ടുണ്ട്. മീനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി മുതിര ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇണ്ണിത്തണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. എണ്ണിത്തണ്ടിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കുകയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ് വറവിട്ടെടുക്കുന്നത്. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇണ്ണിത്തണ്ടും മുതിരയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ചെറിയ ഉള്ളി നല്ല ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇണ്ണിത്തണ്ട് മുതിരയും കൂടിയുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ മീനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക.